സർ, ബാലുശ്ശേരി മണ്ഡലത്തിലെ താമരശ്ശേരി താലൂക്കിലെ കാന്തലാട് വില്ലേജിൽപ്പെട്ട ഒരങ്കോക്കുന്ന് മണ്ടോപ്പാറ പ്രദേശത്ത് 52ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി അവിടെ വീട് വെച്ച് താമസിച്ചു വരുന്നുണ്ട്. പക്ഷേ റീസർവേ നടന്നപ്പോൾ പ്രസ്തുത ഭൂമി പാറ പുറമ്പോക്ക് ഭൂമിയായി പരിഗണിക്കപ്പെടുന്ന കാരണത്താൽ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് നികുതി അടയ്ക്കാനോ പട്ടയമോ ലഭിച്ചിട്ടില്ല. 4-5 സെൻറ്റ് ഭൂമിയുള്ള പലർക്കും ലൈഫിൽ വീട് വയ്ക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ജിയോളജി വിഭാഗം സ്ഥലം സന്ദർശിക്കുകയും പാറ ഗുണമേന്മയില്ലാത്തതും ഉപയോഗിക്കാൻ കഴിയാത്തതുമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരങ്കോക്കുന്ന് മണ്ടോപ്പാറ നിവാസികൾക്ക് പട്ടയം നൽകാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി മുന്നേറുന്ന സർക്കാർ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്കിൽ കാന്തലോട്ട് വില്ലേജിൽ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരങ്കോക്കുന്ന്, തലയാട്, മണ്ടോപ്പാറ എന്നീ കോളനികളിലായി താമസിച്ചു വരുന്ന കോളനി എന്ന പദം ഒഴിവാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഞാനത് അതിന് മുമ്പ് തയ്യാറാക്കിയ സാർ, ഞാനത് അല്ല, ആ ഒരങ്കോക്കുന്ന്, തലയോട്, മണ്ടോപ്പാറ നഗറുകളിൽ താമസിക്കുന്ന 54 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കണമെന്ന ബഹു അംഗം ഉന്നയിച്ച വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ സർക്കാർ കാണുന്നു. സാർ, കാന്തലോട് വില്ലേജിൽ 1961/2, 2006/1 എന്നീ നമ്പറുകളിൽ ഉൾപ്പെട്ടതും പാറ പുറമ്പോക്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടു വരുന്നതുമായ ഭൂമിയിലെ കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നത് സംബന്ധിച്ച വിഷയം ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന നിയോജകമണ്ഡലം അസംബ്ലിയിൽ ഉയർന്നു വന്നിട്ടുള്ളതും പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ട് 1ാം ഘട്ട അദാലത്തിൽ പരിഗണിച്ചിട്ടുള്ളതും ആണ്. 1964 കേരള ഭൂപതിച്ചു നൽകൽ ചട്ടം 11(8)(1) പ്രകാരം വിലയേറിയ ധാന്യങ്ങളോ ഖനികളോ അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതോ ആയ ഭൂമികൾ പതിവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. സാർ, പാറ പുറമ്പോക്ക് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പാറ ഉൾപ്പെടുന്ന ഒരു വലിയ ഭൂവിഭാഗത്തെ മാറ്റി നിർത്തുന്ന നടപടിയാണ് കേരളത്തിലെ സെറ്റിൽമെൻറ്റ് ഉൾപ്പെടെയുള്ള ഭൂരേഖകൾ കാണുന്നത്. സാർ, ഇത്തരം ഭൂഭാഗങ്ങളിൽ പാറ ഒഴികെയുള്ള ഭാഗങ്ങളിൽ നിരവധി കുടുംബങ്ങൾ കുടിയേറി താമസിക്കുന്നുണ്ട്. കേരളം പോലെ ഭൂദൗർബല്യം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് ആവശ്യമായ ഭൂമിയും നമ്മുടെ കയ്യിലില്ല. ഈ സാഹചര്യം നേരിടുന്നതിനാണ് പാറ പുറമ്പോക്ക് ഇനത്തിൽപ്പെട്ട ഭൂമിയിൽ പാറ ഉൾപ്പെടുന്ന ഭാഗം മാത്രം പാറ പുറമ്പോക്കായി നിലനിർത്തുകയും പാറ ഒഴികെ വാസയോഗ്യമായിട്ടുള്ള ഭൂമി അളന്ന് തിരിച്ച് തരിശാക്കി മാറ്റി കൈവശക്കാരുടെ ഓരോ അപേക്ഷയും പ്രത്യേകം പരിശോധിച്ച് അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പതിച്ചു നൽകുന്നതിന് സർക്കാർ പൊതു തീരുമാനം കൈക്കൊണ്ടത്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച കാന്തലോട് വില്ലേജിലെ പട്ടയ വിഷയം പട്ടയ അദാലത്തിൽ പരിശോധിക്കുകയും തുടർന്ന് ഈ വിഷയത്തിൽ ഓരോ കൈവശക്കാരുടെയും നിലവിലെ കൈവശ ഭൂമിയുടെ വിസ്തീർണവും പട്ടയത്തിനായി അപേക്ഷിച്ച ഭൂമിയുടെ വിസ്തീർണവും പട്ടയം അനുവദിക്കാവുന്ന വിസ്തീർണവും വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാർ, ബഹുമാനപ്പെട്ട അംഗം തുടർച്ചയായി ഉന്നയിക്കുന്നതാണ് ഈ പ്രശ്നം എന്നുള്ളതുകൊണ്ട് പട്ടയ അദാലത്തിൽ ആ ജില്ലയിൽ ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് ചേർന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്താണ് സാർ ഇങ്ങനെ തീരുമാനിക്കാൻ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. സാർ, റിപ്പോർട്ട് ഉടനെ തന്നെ ലഭ്യമാക്കിക്കൊണ്ട് പട്ടയ വിതരണ നടപടികൾ സംബന്ധിച്ച നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് അടിയന്തരമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിച്ച് അർഹരായ എല്ലാവർക്കും കാലതാമസം കൂടാതെ പട്ടയം നൽകാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഈ മേഖലയിലും ആ വിധത്തിൽ പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നു.